കാളാച്ചാൽ കുപ്പിവെള്ള കമ്പനിയുടെ ജലചൂഷണത്തിന് അനുമതി നൽകിയ ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും ഒത്തുകളിക്കെതിരെ ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ആലങ്കോട് പഞ്ചായത്ത് UDF കമ്മിറ്റി മാർച്ച് നടത്തി. ചങ്ങരംകുളം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മാർച്ച് മലപ്പുറം ജില്ലാ UDF കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ നിലപാടിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് ഇവിടെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സമരത്തിന് വേണ്ടി സമരം ചെയ്ത പാരമ്പര്യം ഐക്യ ജനാധിപത്യ മുന്നണിക്കില്ല. അങ്ങനൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല. ആര് ഭരിക്കുന്നോ ആ ഭരിക്കുന്ന കക്ഷികൾ നടപ്പാക്കുന്ന നിലപാടുകൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം. ആ ഉപകാരപ്രദമാകുന്ന നിലപാടുകളോട് സഹകരിച്ചു പോകുന്ന പാരമ്പര്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമെടുത്ത് പരിശോധിച്ചാലും കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കാര്യങ്ങൾ തതൈവയാണ്. എല്ലാം അപകടത്തിലാണ്, എല്ലാം അപതാളത്തിലാണ്. ഇത് ഈ രാജ്യത്ത് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ മലയാളത്തിന്റെ എല്ലാമായ MT കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇന്നിതാ സാഹിത്യകാരൻ മുകുന്ദൻ പറഞ്ഞിരിക്കുന്നു, ഭരണസിംഹാസനത്തിൽ ഇരിക്കുന്നവർ അതിന്റെ ആസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുത്തോടെ പറയുകയാണ്. ഈ ഭരണസ്വാധീനം ഉപയോഗിക്കുന്ന ആളുകള് ഭരണം വിട്ടൊഴിഞ്ഞു പോകണം, ജനങ്ങളൊപ്പമുണ്ട്, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്നാണ് മിസ്റ്റർ M മുകുന്ദൻ ഇന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു. എത്ര പ്രശസ്തമാണ്, എത്ര വലിയ വാക്കുകളാണത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുണ്ടോ? എന്നിട്ട് CPM-ന്റെ സെക്രട്ടറി അദ്ദേഹം നടത്തിയ പത്രപ്രസ്താവന AK ആന്റണിയുടെ ഭരണകാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരിക്കാം, പക്ഷെ അത് തുടരണമെന്നാണോ നിയമം? നവകേരള സദസ്സിന്റെ പേരിൽ കോടികൾ തുറച്ചു. എന്ത് നേട്ടമുണ്ടായി? വിവരാകാശ രേഖ പ്രകാരം ഇന്നലെ പുറത്തു വന്ന വാർത്ത, അതിൽ എത്ര ശതമാനമാണ് ആ പരാതികൾ പരിഹാരമുണ്ടാക്കിയത്? ജനങ്ങളുടെ മുമ്പിൽ കൊഞ്ഞനം കുത്തുകയാണ്. അതിന്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ ആലങ്കോട് പഞ്ചായത്ത് നടക്കുന്നത്. 3 വർഷമായി നമ്മുടെ പഞ്ചായത്ത് അധികാരത്തിൽ വന്നിട്ട്. ആ അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയ വികസന പദ്ധതികളൊന്ന് പറയട്ടെ. അത് വിശദീകരിക്കാൻ നമുക്ക് കഴിയുമോ? ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ പോലും നേതൃത്വം കൊടുത്തുകൊണ്ട് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമല്ലേ നമ്മുടെ പഞ്ചായത്തിലുള്ളത്? അതൊക്കെ തലയുയർത്തി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് കോടതി ഇടപെട്ടുകൊണ്ട് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിനാ മെമ്പറെ ആശ്വസിപ്പിക്കാൻ സർക്കാരിന്റെ സ്ഥലത്ത് വേറെ സ്ഥലം കെട്ടി കച്ചവടം ചെയ്തോ എന്ന് അനുമതി കൊടുക്കുന്നു. അതിനെ സംബന്ധിച്ച് പരാതി വന്നപ്പോ വ്യക്തമായി മറുപടി നൽകിയില്ല. അതും അങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇതൊരു ഭരണ സംവിധാനത്തിൽ കീഴിൽ ഉണ്ടാകേണ്ടതാണോ? ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഭരണം നടന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ പഞ്ചായത്ത് ഇതുപോലുള്ള കുപ്പിവെള്ള പദ്ധതിക്ക് അനുമതി ചോദിച്ചപ്പോൾ നിഷേധിച്ചുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുത്ത്. നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഞാൻ മനസ്സിലാക്കുന്നു അത് കുത്തിപ്പൊക്കി വീണ്ടും അതിന് അനുമതി കൊടുക്കാനുള്ള ഉൾപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വരാനിരിക്കുന്ന കാര്യമാണ്. വന്ന കാര്യമോ? ആലങ്കോട് പഞ്ചായത്തിലെ 1-ാം വാർഡ് ഇവിടെ കുടിവെള്ളത്തെ പറ്റി പറഞ്ഞു. ഈ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ കീഴിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമുള്ള ഒരു പഞ്ചായത്ത് ആലങ്കോട് ഗ്രാമപഞ്ചായത്താണ്. ഞങ്ങൾ ഈ ഭരണസമിതിയിൽ ഇരുന്നപ്പോ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീമാൻ MP ഗംഗാധരൻ കേരളത്തിന്റെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആലങ്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK അൻവർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജിത്ത് അഡാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PT ഖാദർ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PP യൂസഫ് അലി, ജനറൽ സെക്രട്ടറി CM യൂസഫ്, അബ്ദുസലാം കോക്കൂർ, ഹക്കീം പെരുമുക്ക്,
അഷ്റഫ് CK, ഉമ്മർ തലാപ്പിൽ, അബ്ദുള്ളക്കുട്ടി കാളാച്ചാൽ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കമ്പനിക്ക് നമ്പർ നൽകിയ പഞ്ചായത്ത്